കണ്ണിനെ കൺട്രോൾ ചെയ്യാതെ അഴിച്ചു വിടുന്നതിൻ്റെ കാരണം എന്താ അങ്ങനെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അങ്ങനെ ചെയ്യാൻ കാരണം? ഒന്ന്, അത് ശൈത്താനെ അനുസരിച്ചും അവൻ്റെ ദേഹേച്ഛയെ അനുസരിച്ചും പ്രവർത്തിക്കുന്നതിൻ്റെ കാരണത്താലാണ്. കാരണം മനുഷ്യ മനസ്സിലെപ്പോഴും ഈ അലങ്കാരത്തോട് ഒരു മോഹം ഇങ്ങനെ ഊട്ടപ്പെട്ടിട്ടുണ്ട്. അത് അവൻ്റെ ദേഹേച്ഛയാണ്. ആ ദേഹേച്ഛയെ അവൻ എന്ത് ചെയ്യാണ്? പിൻപറ്റിയാണ്. വേറൊന്നും അവൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ പിന്നെ മറ്റേ ആൾ കൂടെ ഉണ്ട് താനും. രക്തം സഞ്ചരിക്കുന്ന സിരകളിൽ മുഴുവനും ചെകുത്താൻ്റെ പ്രവേശനമുണ്ട്. അവൻ ഇങ്ങനെ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടുമിരിക്കും. ഇതാണ് ഒന്നാമത്തെ കാരണം. കാരണം മനുഷ്യ പ്രകൃതി തന്നെ അതാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, സുയ്യിന ലിന്നാസി ഹുബ്ബുശ്ശഹവാതി മിനന്നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ്ദഹബി വൽ ഫിദ്ദതി വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ്. സൂറത്ത് ആലി ഇമ്രാനിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, മനുഷ്യർക്ക് അലങ്കാരമാക്കി തോന്നിപ്പിക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതെന്താ? ശഹ്വത്തുകളോടുള്ള പ്രേമം. മനുഷ്യന് ചില ആഗ്രഹങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ്. അതിലാദ്യം തന്നെ എണ്ണി പറഞ്ഞത് എന്താണെന്നറിയോ? അന്നിസാ എന്നാണ്, സ്ത്രീകൾ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യ മനസ്സ് അങ്ങോട്ട് ചായും. ഇതിനൊരു കാന്തിക് സ്വഭാവമുണ്ട്, ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്. ഇതൊരു ആകർഷണ വലയത്തിനുള്ളിലാണ് ഇതിങ്ങനെ നിലനിൽക്കുന്നത്. വളരെ ശ്രദ്ധ വേണമെന്നാണ് ആ പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതിന് കാരണമായി മാറുന്നത് ചെകുത്താൻ നമ്മെ അതിനിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മളെ മനസ്സിൽ തന്നെ ഊട്ടപ്പെട്ട ഒരു ആശ പ്രകൃത്യാ തന്നെ ഉണ്ട് താനും. അതിനെ മനുഷ്യനാണ് ഫോളോ ചെയ്യുമ്പോൾ ഇതാണ് സംഭവിക്കും. ഇതാണ് ഒന്നാമത്തെ കാരണം. അപ്പം ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം, പിശാച്ചിൽ നിന്ന് രക്ഷ തേടണം. അങ്ങനെ വല്ല തോന്നലുകളും ആ നിലക്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ കണ്ണിനെ അയച്ചു വിട്ട് കണ്ടതിലേക്കെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തനിക്കുണ്ടാകുന്ന പരലോക ശിക്ഷയും ഈ ലോകത്ത് തന്നെയും ഉണ്ടാകാവുന്ന മനക്ലേശത്തെ സംബന്ധിച്ചുമുള്ള അജ്ഞതയും വിവരക്കേടുമാണ് മനുഷ്യരങ്ങനെ കൂടുതൽ ഇങ്ങനെ നോക്കുന്നത്. കാരണം ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം, പരലോകത്തും ഈ ലോകത്തൊക്കെ ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ മനുഷ്യൻ ചെയ്യൂല. അപ്പം ആ വിവരക്കേടാണ് നമ്മെ പിടികൂടുന്നത്. അതായത് ഈ നോട്ടത്തിലൂടെയാണ് ഒരാൾ വ്യഭിചാരത്തിന് കാരണമാകുന്നത്. കാരണം കണ്ണ് വ്യഭിചരിക്കുന്നത് ഈ നോട്ടം കൊണ്ടാണ്. അങ്ങനെ അവൻ വലിയ പാപമായ വ്യഭിചാരത്തിലേക്ക് പിന്നീട് എത്തുകയാണ്. അപ്പം അതുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് എത്താതിരിക്കാൻ ആദ്യം തന്നെ കണ്ണിനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് ശരിക്കും മനസ്സിനാണ് പഠിപ്പിക്കണം. അതേപോലെ തന്നെ മറ്റൊന്നെന്താണ്, ഒരു മനുഷ്യൻ അങ്ങനെ ആശ വന്നു കഴിഞ്ഞാൽ അവൻ ഒരു വേള ഇസ്ലാമെന്ന് പുറത്തു പോകാൻ വരെ കാരണമാകുന്നതാണ്. ചില ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ, നല്ല ബോധമുണ്ടായിരുന്ന ആളുകൾ പോലും, അവരൊരു പെണ്ണ് കാരണത്താൽ ആ പെണ്ണിനെ കിട്ടണമെങ്കിൽ മതം മാറണം. അങ്ങനെ മതം മാറി, അവൾക്ക് വേണ്ടി മതം മാറി അവളെ വിവാഹം കഴിച്ച് അവളുടെ കൂടെ പൊറുത്തു. അപ്പോൾ അവൻ ആ നോട്ടമാണ് കാരണമായത് മനസ്സിലാക്കണം. ഇന്ന് കാണുന്നില്ലേ പലപ്പോഴും പല മത ചിന്തയൊന്നുമില്ലാതെ ഒരു വിവിധ മതസ്ഥരായ ആളുകൾ മിശ്രവിവാഹം എന്ന ഓമന പേരിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും തട്ടിക്കൊണ്ടു പോകുക, ചാടിപ്പോകുക എന്നൊക്കെ പറയണില്ലേ? പല മതക്കാരുമുണ്ട്, ഓരോരുത്തരുമുണ്ട്. എന്താ കാരണം? ഇതൊക്കെ കാരണമായി തീർന്നത് ആ ഫസ്റ്റിലെ ഒരു നോട്ടാണ്. ആ ഒരൊറ്റ നോട്ടത്തെ തുടർന്ന് പിന്നെയും നോക്കി, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, പിന്നെയും നോക്കി. ആ തുടരെയുള്ള നോട്ടങ്ങളാണ്, ആ നോട്ടമാണ് അവനെ ഈ രിദ്ധത്തിലേക്ക്, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, അങ്ങനെയുള്ള പല കാര്യത്തിലേക്കും അവനെ എത്തിക്കും. ഇത് ശരിക്കും നമ്മളെ മനസ്സിനെ പഠിപ്പിക്കണം എന്ന്. ഇത് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ നോക്കി നടക്കുന്നത് എന്ന്. മറ്റൊന്ന്, അവൻ്റെ മനസ്സിൽ നിരന്തരം എന്തുണ്ടാവുക? ഒരു ഇങ്ങനെ പിടികൂടും. അത് കാരണം എന്താണ്? അവൻ ഈ കാണുന്നത് അവന് കിട്ടുന്നില്ല, കാണുന്നത് അവന് മോഹം മനസ്സിലിങ്ങനെ വരികയാണ്, എന്നാൽ അത് കിട്ടുന്നുമില്ല. അതവൻ്റെ ആഗ്രഹം ഒരിക്കലും കിട്ടാൻ കാശ് കൊടുത്താൽ കിട്ടും. അങ്ങനെ വ്യഭിചാരത്തിന് വേണ്ടി പോകുന്ന ആളുകളുണ്ട്. ആ നിലക്കുള്ള ഫോട്ടോകൾ കണ്ട്, കാർഡുകൾ കണ്ട്, മസാജിങ്ങിന് വേണ്ടി പോകുന്നവരെ, ആ നമ്പറിൽ വിളിക്കുന്നവരെ, അങ്ങനെ കാശ് കൊടുത്താൽ കിട്ടും എന്നുണ്ടെങ്കിൽ അവൻ അതിനു പോകും. കാശ് അപ്പോൾ താൽക്കാലികമായൊരു സുഖം അവൻ അനുഭവിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ വീണ്ടും കുറ്റബോധങ്ങളാണ്. കുറ്റബോധങ്ങളുടെ ഒരു ചങ്ങലയായിരിക്കും അവനെ ബാധിക്കുക. ഇനിയോ
അങ്ങനെ ആ നിലക്ക് പോകാൻ താല്പര്യമില്ല, അതിനവന് മനസ്സ് സമ്മതിക്കുന്നില്ല. എന്നാലോ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ക്ലേശങ്ങൾ ഉരുണ്ടുകൂടും. ഇതൊക്കെ ഇതുകൊണ്ട് വരുന്ന ആപത്താണ്. സ്വന്തം ഭാര്യയുടെ അടുക്കൽ പോലും അവന് ജീവിതത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയാതെയാകും. ഇതൊക്കെ ഇതുകൊണ്ടുണ്ടാകുന്ന ആപത്തുകളാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെന്നാണ്. അവൻ്റെ മനസ്സിൽ മുഴുവനും മനക്ലേശമാണ്. ഇതിനോട് അവൻ ആശയായി, അതിനോട് അവൻ്റെ ഉള്ളിൽ പ്രേമമായി, അനുരാഗമായി, അവന് ഒരിക്കലും അവൻ്റെ ഊണിലും ഉറക്കിലും ഒഴിക്കാനാവാത്ത വിധത്തിലായി. സ്വന്തം ഇണയോടെ കൂടെ അവന് ജീവിക്കാൻ കഴിയുന്നില്ല. അവളെ കാണുമ്പോൾ അവൻ്റെ മനസ്സിലൊരു സന്തോഷം തോന്നുന്നില്ല. അവളുമായി സഹശയനം നടത്തുവാൻ അവന് താല്പര്യമില്ല. അവൻ അതിനുള്ള ഒരു ശാരീരികമായ ശക്തിയും ഉണർവും പോലും ലഭിക്കുന്നില്ല. എന്താ കാരണം? അവൻ്റെ മനസ്സിൽ മുഴുവനും ഇതാണ്. അങ്ങനെ അവൻ്റെ ആ വിധത്തിൽ അവൻ്റെ ചിന്തകൾ അങ്ങനെയായി. അതുകൊണ്ട് തന്നെ ഈ ആപത്തുകളൊക്കെ മനസ്സിലാക്കാതെ പോയതാണ് ആളുകൾ ഈ ദൃഷ്ടിയെ ഇങ്ങനെ വിടാൻ കാരണമായി തീർന്നത്. സഹോദരങ്ങളെ, പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നിരന്തരമായി അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫിലിമുകൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സീരിയലുകൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെയുള്ള പ്രോഗ്രാമുകൾ, സ്ത്രീകൾ അവരുടെ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് ആടുകയും പാടുകയും ചെയ്യുന്ന ചിത്രങ്ങൾ, ടാബ്ലോയിഡുകൾ, മാസികകൾ, ചാനലുകൾ അവൻ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ പിന്നെ ആശയായി. പിന്നെ അവൻ എപ്പോഴും പുറത്തിറങ്ങിയാലും പിന്നെ അവൻ അങ്ങനെ തന്നെയാണ്. നിരന്തരം ഇതിങ്ങനെ മൊബൈലിലൂടെ, നെറ്റിലൂടെ, കമ്പ്യൂട്ടറിലൂടെയൊക്കെ ഇതന്നെ അവൻ കാണുന്നത്. സ്ത്രീകളുടെ ഡാൻസ്, അവരുടേതായ പോക്കുവരവുകൾ, അവരുടെ ഡ്രസ്സിങ്, അവരുടെ ആകാര വടിവ്, അവരുടെ അംഗലാവണ്യം, ഇതൊക്കെ ഇങ്ങനെ ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെ ധാരാളമായി ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവന് പുറത്തിറങ്ങിയാലും പിന്നെ ആ സ്ത്രീകളെ കാണുമ്പോൾ നോക്കാതിരിക്കാനാവില്ല. അവൻ്റെ കൺട്രോള് നഷ്ടപ്പെടുകയാണ്. എന്താ പരിഹാരം? അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആ ഫിലിമുകളോ സീരിയലുകളോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ കണ്ണയക്കാതെ പിടിച്ചു വെക്കാൻ അവന് സാധിക്കണം.